ഹലോ നാട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ആൻപോളോഗ്രഫി. ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ എൻ്റെ കരിയർ ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്ന വീഡിയോ ആണ്. പക്ഷേ ഇപ്പോഴാണ് എനിക്കൊരു അവസരം കിട്ടിയതും ഇതേപ്പറ്റി ചെയ്യാൻ തോന്നുന്നതും. ഇതിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, എൻ്റെ ഞാനൊരു ആയുർവേദ ഡോക്ടറായിരുന്നു, ഇപ്പോഴുമാണ്, പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഈ ചാനൽ ആദ്യം തൊട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. കാരണം ഞാനിതിൽ ആദ്യം ആയുർവേദ റിലേറ്റഡ് വീഡിയോസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് 2019 തുടങ്ങി, കോവിഡിന് ശേഷം തുടങ്ങിയത്. പക്ഷെ അത് ഒരു കൊല്ലത്തോളം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ചാനൽ തുടങ്ങുന്നത് തന്നെ. അതുപോലെ തന്നെ ആ ടൈമിൽ തന്നെ ഒരു 2019 ടുവേർഡ്സ് ദ എൻഡ് ഞാൻ എൻ്റെ ഈ ഒരു സ്കിൽ സെറ്റ്, അതായത് ആയുർവേദ ഡോക്ടർ എന്നുള്ളൊരു സ്കിൽ സെറ്റിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് ബ്രോഡറായിട്ട് എനിക്ക് പുറത്തു പോയി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്ന ടൈമായിരുന്നു. ഇതിന് പല റീസൺസും ഉണ്ട്. ഈ ഒരു ആഗ്രഹം വന്നതിന് പുറത്ത് പല പല കാരണമാണ് അങ്ങനൊരു ഡിസിഷനിലോട്ട് എത്തിയതും, ഒരു കോൺഷ്യസ് ചോയ്സ് ആയിട്ട് ആ ഒരു ചോയ്സിലോട്ട് നമ്മൾ എത്തുന്നതും പല പല കാരണങ്ങൾ കാരണമാണ്. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നത് 2021 ആയുർവേദം എൻ്റെ ഒരു ഫുള്ളി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ ആയിരുന്നില്ല. പഠിച്ച സമയത്തും പഠിക്കുന്നതിന് മുന്നേയും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും പഠിച്ച ശേഷവും എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് എനിക്കത് പഠിച്ചപ്പോൾ തോന്നിയത് ക്ലിനിക്സ് ആയിരുന്നു. ക്ലിനിക്സിൽ പോകുന്നതും ക്ലിനിക്കൽ പ്രാക്ടീസിനോടും എനിക്ക് ആ ഒരു ജേർണിയിൽ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണത് കണ്ടിന്യൂ ചെയ്തതും ആ ഒരു ജേർണി കംപ്ലീറ്റ് ആക്കിയതും അതിനുശേഷം അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും വർക്കൗട്ട് ആവുമെന്ന് നോക്കിയത്. ബട്ട് ദെൻ ഈ പറഞ്ഞ പോലെ കുറേ കാരണങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഉദ്ദേശിച്ച ഒരു ഔട്ട്കം കിട്ടിയില്ല. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവായിരുന്നു. നമ്മൾ 5.5 years സ്പെൻഡ് ചെയ്ത ആ ഒരു പീരിയഡിനുള്ള ഔട്ട്കം നമുക്ക് ടുവേർഡ്സ് ദ എൻഡ് കിട്ടിയില്ല. അതായത് ഒരു ജോബോ അതിനനുസരിച്ച് അതിനുള്ള റെസ്പെക്റ്റോ അതിനുള്ള സാലറിയോ ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ ടൈമിൽ ഫസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MD ചെയ്യുക എന്നായിരുന്നു. കുറച്ചും കൂടെ ആയുർവേദം പഠിക്കുക, കുറച്ചും കൂടെ ആ സ്കില്ല് വളർത്തുക. MDയും കൂടെ നമുക്ക് ബാച്ചിലേഴ്സിൻ്റെ പുറത്ത് MDയും കൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ സാലറി, അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ടായിരുന്നു. പക്ഷേ 5.5 years സ്പെൻഡ് ചെയ്തിട്ട് കിട്ടിയത് 0 ആണ്. നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് കിട്ടുന്നത് അത് ഇപ്പം പുറത്ത് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള ഓഫറുകളും സാലറികളും ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് ഒരു മെയിൻ റീസൺ ആയിരുന്നു. നമുക്ക് ഫിനാൻഷ്യലി ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യാത്ത ഒരു പ്രൊഫഷണൽ കരിയറായി മാറിക്കൊണ്ടിരുന്ന ആ ഒരു ടൈമിലാണ് ഇങ്ങനൊരു ഡിസിഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ MD എടുക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ MD കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, MD എക്സാം എഴുതാനായിട്ട്. പക്ഷേ ആ സമയത്ത് ഇരുന്ന് ആലോചിച്ചു, ഒരു 3 years കൂടെ നമ്മൾ നമ്മുടെ ലൈഫിലെ മെജോറിറ്റി, അതായത് 25 yearsലാണ് നമ്മൾ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 26, ഇപ്പം നെക്സ്റ്റ് ഇയർ നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ 26, 27, 28, 28, 29 വയസ്സിൽ നമ്മൾ MD കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുമ്പോഴും ഇതേ ഇപ്പോൾ ആ 5 years കംപ്ലീറ്റ് ചെയ്ത കോഴ്സിലുള്ള അതേ സെയിം സിറ്റുവേഷനിലാണ് നമ്മൾ എത്തുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു സാലറി കാൽക്കുലേഷനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോഴത്തെ അവസ്ഥയിലുള്ള. അപ്പോൾ ഈ MD പഠിച്ച ആൾക്കാർക്ക് എത്രയാണ് അവരുടെ ഒരു മിനിമം വേജ് വരുന്നത്, അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് കുറച്ചും കൂടെ എൻ്റെ ഒരു സ്കിൽ സെറ്റ് വൈഡ് ആക്കണം എന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ പുറത്താണ് വാട്ട് അതർ ദാൻ ദിസ് ഐ ക്യാൻ ഡു എന്നൊരു തോട്ടിലോട്ട് ഞാൻ പോയതും അതിൻ്റെ ചുറ്റിപ്പറ്റി റിസർച്ച് നടത്താൻ തുടങ്ങിയതും. അങ്ങനെ പുറത്ത് പഠിക്കുന്നതിനെ പറ്റിയിട്ട് ഉള്ള കുറേ റിസർച്ച്, ഒരു കൊല്ലത്തോളം എനിക്ക് സമയം കിട്ടി ഇതിനെപ്പറ്റി അന്വേഷിക്കാനും റിസർച്ച് നടത്താനും, എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കാനും, എവിടേക്ക് അപ്ലൈ ചെയ്യണമെന്ന് തീരുമാനിക്കാനും ഒക്കെ. അപ്പം അങ്ങനെയാണ് ഞാൻ ആ പ്രോസസ്സ് ഞാൻ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ, എങ്ങനെയാണ് റിസർച്ച് ചെയ്തത്, എന്ത് പഠിക്കണം എന്ന് എത്തിയത്. കാരണം ആയുർവേദം നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ മാത്രമാണ്, ഇന്ത്യയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതും ഇന്ത്യയിലാണ് ഇത് മെജോറിറ്റി നമുക്ക് കോളേജസ് ഉള്ളതും ഇത്തരം പ്രൊഫഷണൽസ് പഠിച്ചിറങ്ങുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രമാണ്. പുറത്തൊരു രാജ്യത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം നമുക്ക് അക്സെപ്റ്റൻസ് ഉണ്ടാവും എന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മൾ പഠിച്ച കോഴ്സിന് എന്തെങ്കിലും അക്സെപ്റ്റൻസ് ഉണ്ടാവും എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇത്
പല പല കോളേജുകളിലേക്കും പല രാജ്യങ്ങളിലെ പല യൂണിവേഴ്സിറ്റിയിലേക്കും അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾക്ക് ഞാൻ മെയിൽ അയച്ച സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ കോഴ്സ് വാലിഡ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു റിസർച്ച് ഇയർ ആയിരുന്നു എന്ത് പഠിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെയാണ് ടുവേർഡ്സ് എൻഡ് എന്താ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് എന്നൊരു MSc കോഴ്സ് ഉണ്ടെന്ന് അറിയുന്നതും അത് പഠിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. അപ്പം ഈ തീരുമാനത്തിന് മുന്നേ അത് വൈന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ഞാൻ ആ സമയത്ത് ആലോചിച്ചത് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കണം ഇനി പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കി കഴിയുമ്പോൾ ഈ ആയുർവേദത്തിൽ ബാച്ചിലേഴ്സ് ഉള്ള ഒരാൾക്ക് ഒരു MSc എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരുപാട് ടെക്നിക്കൽ സൈഡിലോട്ട് നമുക്ക് പോയിട്ടൊരു MSc ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അതിന് മുന്നേ പഠിച്ച സ്കിൽ സെറ്റുകളിൽ അനുസരിച്ച് നമുക്ക് നമ്മൾ ആ കമ്മിങ് ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള MScകൾക്ക് നമ്മൾ ക്വാളിഫൈഡ് ആവില്ല. അപ്പോൾ നമ്മുടെ ആ ലിമിറ്റേഷനിലുള്ളിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സായിരുന്നു ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ്. അപ്പം എനിക്ക് ഡിജിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ ടെക്നിക്കൽ സൈഡ് വരുന്ന, അതായത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് വേണമെന്ന് നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിൽ വരുന്നത്. അപ്പോൾ ഹെൽത്തും ഇൻഫോർമാറ്റിക്സും, ആ ഇൻഫോർമാറ്റിക്സിൽ തന്നെ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് വരും, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് പഠിക്കും, ക്ലിനിക്കൽ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും, അതുപോലെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻസ്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ മൊഡ്യൂൾസ് ആയിരുന്നു ആ കോഴ്സിൻ്റെ ഒരു ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ. ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിനെ പറ്റിയിട്ട് അറിയുന്നതിന് മുന്നേ നമുക്ക് നാട്ടിലെ കുറേ ലോക്കലായിട്ടുള്ള ഏജൻസികളൊക്കെ നമുക്ക് അഡ്വൈസ് ചെയ്ത കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റും പബ്ലിക് ഹെൽത്തും ആയിരുന്നു. ഈ 2 കോഴ്സുകൾ മാത്രമാണ് ആയുർവേദം പഠിച്ച ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന എനിക്ക് ആൾക്കാർ സജസ്റ്റ് ചെയ്തുള്ളൂ. പക്ഷേ അത് മാത്രം അല്ല എന്നെനിക്കൊരു തോന്നലുണ്ടായിരുന്നു. വേറെയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, വേറെയും കോഴ്സുകൾ നമുക്ക് ആക്സസ് ചെയ്യാനും നമുക്ക് പഠിക്കാനും പറ്റുമെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് റിസർച്ചുകൾ നടത്തി ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടെന്ന് അറിയുന്നത്. അത് പല രാജ്യങ്ങളിലും ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞ MSc നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. MSc മാത്രമല്ല, ബാച്ചിലേഴ്സും ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ MSc ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പല രാജ്യത്തും ഉണ്ടാവും. അതുപോലെ പല യൂണിവേഴ്സിറ്റികളും ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ പല യൂണിവേഴ്സിറ്റിയിലെ മൊഡ്യൂൾസ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും കുറച്ച്. ഇപ്പം നമ്മൾ തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഈ കോഴ്സ് ചൂസ് ചെയ്യാനും അത് പഠിക്കാനും എടുത്ത ആ ഒരു എഫേർട്ടിനെക്കാട്ടിയും കൂടുതൽ ഒരു ജോബ് ഇവിടെ ആ പഠിച്ച റിലേറ്റഡ് ഒരു ജോബിൽ എൻഡപ്പ് ചെയ്യാൻ നല്ല എഫേർട്ട് വേണം. അതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ ആ ഒരു ജേണിയും എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. അപ്പോൾ ഒരു സെറ്റ് ബൈ സെറ്റായിട്ട് നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്ത് സംസാരിക്കാം. നാട്ടിൽ നിന്ന് എല്ലാവരും ഒരു കോഴ്സ് എടുത്ത് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്നതിൽ എത്ര പേര് ഇവിടെ ഒരു ജോബ് കിട്ടി ആ പഠിക്കുന്ന സബ്ജക്റ്റിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ ഈ പഠിച്ച കോഴ്സിൽ ഞാൻ പഠിച്ച ബാച്ചിൽ ഏകദേശം ഒരു 75 to 85 ആൾക്കാർ ഇവിടെ തന്നെ ജോലി കിട്ടി, ഇവിടെ തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഈ കോഴ്സ് പഠിച്ചത് കൊണ്ടാണെന്ന് ഞാൻ പറയില്ല അവർക്കൊക്കെ ജോലി കിട്ടിയത്. മേ ബി അവർ കോഴ്സ് പഠിച്ചത് മാത്രമല്ല, അവർ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്ത രീതി വ്യത്യസ്തമായിരുന്നിരിക്കാം. കാരണം നമ്മളിവിടെ ജോലിക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ നാട്ടിൽ ശ്രമിക്കണ പോലെ ശ്രമിച്ചാൽ പോരാ. നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം ഒരു 10 to 15 to 20 ആപ്ലിക്കേഷൻസ് ചിലപ്പോൾ നമുക്ക് അയക്കേണ്ടി വരും. എന്നാലേ നമുക്ക് ആ ഒരു ആ അയക്കുന്നതിൽ ചിലപ്പോൾ നമുക്കൊരു ഇൻ്റർവ്യൂ കോൾ കിട്ടുമായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ചിലപ്പോൾ എഫേർട്ട് ഇടേണ്ടി വരും. പക്ഷെ ചില ആൾക്കാർക്ക് അതിൻ്റെ എഫേർട്ട് ഇല്ലാതെ തന്നെ ജോബ് കിട്ടുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ ഇവിടെ ജോലി കിട്ടാനായിട്ട് ഒരു ഫാക്ടർ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഈ കോഴ്സ് എടുത്തേക്കുന്നത് ശരിക്കും ആയുർവേദം പഠിച്ച ആൾക്കാർ മാത്രമല്ല. അവരിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഡെൻറ്റിസ്റ്റുകളുണ്ടായിരുന്നു, നഴ്സുമാരുണ്ടായിരുന്നു, അതുപോലെ ഇവിടുത്തെ ഓൾറെഡി NHSൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരുടെ NHS തന്നെ NHSൽ നിന്ന് തന്നെ അവരെ പഠിക്കാൻ വിട്ട ആൾക്കാരുണ്ടായിരുന്നു. അതും ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് MSc ചെയ്യാൻ വന്ന ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വൈഡർ ആയിട്ടുള്ളൊരു വൈഡർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്
ആണ് നമ്മുടെ ഈ കോഴ്സ് ചെയ്ത ആൾക്കാർ. അപ്പോൾ ആ ഇത്രയും വൈഡർ സ്കിൽ സെറ്റുള്ള ആൾക്കാർ പഠിച്ചിറങ്ങുന്ന കോഴ്സ് ആയതുകൊണ്ടും എല്ലാവർക്കും കിട്ടുന്ന ജോലി കുറച്ച് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കാം. ഇപ്പോൾ ഫാർമസി പഠിച്ച ആൾക്കാരുണ്ടായിരുന്നു, അവർക്ക് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമാറ്റിക്സ് സെക്ടറിൽ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിരിക്കും അവർക്ക് ജോലി കിട്ടുക. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചത് കൊണ്ട് ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാവുന്ന കരിയർ പാത്ത് ഒരുപാടുണ്ട്. അതായത് ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അംബ്രല ടേമാണ്. അപ്പോൾ ആ അണ്ടറിൽ വരുന്ന ഒരുപാട് റോളുകളിലേക്ക് നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ കോഴ്സ് പഠിച്ചുകൊണ്ട് മാത്രമല്ല, നമ്മൾ സ്ലോലി നമ്മൾ തന്നെ നമ്മുടെ സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു. കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇപ്പം എനിക്ക് കുറച്ചും കൂടെ ടെക്നിക്കലായിട്ട് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യണമെന്ന് പ്രോഗ്രസ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകളോ ചെയ്യാനായിട്ട് നോക്കണം നമ്മൾ. അതുപോലെ ചെയ്ത ആൾക്കാരും ഉണ്ട്. പിന്നെ അങ്ങനെയാണ് NHS ലാൻഡ് ചെയ്യുന്നത്. NHS ലാൻഡ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ജേണി ആയിരുന്നു എനിക്ക്. അപ്പോൾ ഈ ഒരു കരിയർ ട്രാൻസ്ഫോർമേഷൻ ജേണി ഞാൻ എപ്പോഴെങ്കിലും റിഗ്രറ്റ് ചെയ്യുന്നു എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ നെവർ. കാരണം എപ്പോഴും അന്ന് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതാണ് ഇന്ന് ഇപ്പോൾ ഞാൻ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോബിൽ എൻഡപ്പ് ചെയ്യാനും ആ ഒരു കംഫർട്ട് ഇപ്പം കിട്ടുന്ന ഒരു കംഫർട്ട് ഉണ്ടല്ലോ, ഈ ഒരു ജോലിയുടെ ഒരു കംഫർട്ട്, ഈ ഒരു ജോലിയുടെ ഒരു റെസ്പെക്റ്റ്, ഇതൊക്കെ അന്ന് ആ ഒരു ഡിസിഷൻ എടുത്തതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതൊരു പോസിറ്റീവ് കരിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാൻ വന്നത്. ഈ ജേണിയിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഫ്രം ദ സ്റ്റാർട്ട് ടിൽ എൻഡ്. ഇപ്പം എൻഡ് എന്ന് പറയില്ല, എപ്പോഴും കരിയറിൽ ഞാൻ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയുടെ ലാസ്റ്റിലോട്ട് പറയണമെന്ന് വിചാരിച്ചാണ്. നമ്മൾ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആയുർവേദം പ്രൈമറിലി എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ ആയിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലിയും ലൈഫ് ലോങ് ഇത് തന്നെയാണോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ രണ്ടിൻ്റെയും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് വാല്യൂ ഉണ്ട്, ഇവിടെ എനിക്ക് സാലറി ഉണ്ട്, ഇവിടെ എനിക്ക് കംഫർട്ടുണ്ട്, വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്. അവിടെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇനി നമുക്ക് ആ വാല്യൂ പഴയ ആ ജോലിയിൽ, അതായത് ആ ഒരു ആയുർവേദ ക്ലിനീഷ്യനായിട്ട് വർക്ക് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ വരികയാണെങ്കിൽ ഞാൻ ഓപ്പൺ ആണ് ഇങ്ങനത്തെ എനി ഓപ്പർച്യൂണിറ്റീസ് വരുവാണെങ്കിൽ. ഇപ്പം നമുക്കറിയില്ല, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ NHS ഇവിടുത്തെ ഗവൺമെൻറ്റോ നമ്മുടെ ആയുർവേദം ഇവിടെ ലീഗലാക്കുവാണെങ്കിലൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുമായിരിക്കാം. അങ്ങനെ വരുവാണെങ്കിൽ ഐ എം ഓപ്പൺ ടു ദോസ് ഐഡിയാസ്. പക്ഷേ അറ്റ് ദിസ് മൊമെൻറ്റ് ഈ ഒരു വർക്കിൽ ഭയങ്കര ഞാൻ എടുത്ത ഡിസിഷൻ 100% ഞാൻ ഇപ്പം വന്ന് നിൽക്കുന്ന അവസ്ഥയിൽ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. അപ്പോൾ ഈ ഒരു ജേണി ഡോക്യുമെൻ്റ് ചെയ്യണമെന്നായിരുന്നു. ഇതങ്ങനെ ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു ജേണി ആയിരുന്നില്ല. കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഓരോ സ്റ്റേജിലും ഓരോ ചാലഞ്ചസ് ആയിരുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് ജസ്റ്റ് ഇതൊന്നും പറയണമെന്നുണ്ടായിരുന്നു. ഇതിനെ പറ്റിയിട്ട് ഇനി അപ്കമിങ് ഡേയ്സിൽ വീഡിയോസ് വരുന്നുണ്ടാവും. അപ്പോൾ കീപ്പ് വാച്ചിങ്. ഇൻട്രസ്റ്റ് ഉള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.